അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, പുണ്യ ശഅബാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ്. ഇനി ഒരു ദിവസം ബാക്കി നിൽക്കുകയാണ് റമദാനിലേക്ക്, അല്ലേ? ശനിയാഴ്ച രാത്രിയിൽ പിറ കണ്ടാൽ ഞായറാഴ്ച റമദാൻ ഒന്നാണ്. ശനിയാഴ്ച രാവ്, ആ ശനിയാഴ്ച രാത്രി ഞായറാഴ്ചയുടെ രാവുണ്ടല്ലോ, റമദാൻ ഒന്നിൻ്റെ രാവായി മാറുകയാണ്. അൽഹംദുലില്ലാഹ്, ഇനി ഒരു ദിവസത്തിനപ്പുറം റമദാൻ കാത്തു നിൽക്കുമ്പോൾ പടച്ചോനെ, റമദാനിന് മുൻപ് ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ഒരുപാട് സദസ്സുകളിൽ ദുആ ചെയ്തൊരു മനുഷ്യനായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദ് അവർകൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ അദ്ദേഹത്തിൻ്റെ ഖളാഇൻ്റെ സമയം വന്നപ്പോൾ റബ്ബിൻ്റെ അടുക്കലേക്ക് അവൻ വിളിച്ചതാണ്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഞാൻ ഇന്നാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോസ് കാണുന്നത്. ചെറിയ കുട്ടി, യാ അല്ലാഹ്, ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ റഹ്മാനെ. റബ്ബ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് അവൻ്റെ തർബിയത്താണെന്ന് നമ്മൾ ഞായറാഴ്ചയിലെ ക്ലാസ്സുകളിലൂടെ പഠിച്ചു. അവൻ എന്ത് തന്നാലും അത് നമുക്ക് ഗുണമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ, പടച്ചവനെ, താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ അബ്ദുൽ നാസർ മഅദനി ഉസ്താദിൻ്റെ സർജറി കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, വിജയകരമായി സർജറി കഴിഞ്ഞതായി അറിയിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളും കുറച്ചുകൂടെ ഏറെ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. അള്ളാഹു പരിപൂർണ സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം മറ്റൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ആ കിഡ്നിയുടെ പ്രവർത്തനമൊക്കെ ഭംഗിയായി നടക്കണം. ഒരുപാട് ശാരീരിക പ്രയാസങ്ങൾ നേരിടുന്നൊരു മനുഷ്യനാണ്, പ്രായമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ വെല്ലുവിളികൾക്കൊക്കെ ഇടയിൽ അതിൻ്റെ പ്രവർത്തനം സുഗമമായി നടക്കണം. അള്ളാഹു ഇതിനൊക്കെ കഴിയുന്നവനല്ലേ. അൽഹംദുലില്ലാഹ്, അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ. ഏതായാലും നമ്മൾ പുണ്യ ശഅബാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് എത്തി നിൽക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഒരു 11 തവണ മുത്തുനബിയുടെ ദുആ ഉണ്ടല്ലോ, റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്ത് റമദാൻ എത്തിച്ചു തരണേ എന്നുള്ള പ്രാർത്ഥന. ആ ശഅബാനിലെ ബറക്കത്ത് പരിപൂർണമായി കിട്ടാതെ റമദാനിലേക്ക് കടന്നിട്ട് എന്ത് കാര്യം, അല്ലേ? മനസ്സറിഞ്ഞുകൊണ്ടൊന്ന് ചൊല്ലിക്കേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. 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 കരുണക്കടലായ അല്ലാഹ്, കഴിഞ്ഞുപോയ റജബിലും ഞങ്ങളിപ്പോഴുള്ള ശഅബാനിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാഹ്. ഇന്ന് പരിശുദ്ധമായ ശഅബാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവല്ലേ. വെള്ളിയാഴ്ച രാവിലെ സൂറത്ത് യാസീന് വല്ലാത്ത പ്രത്യേകത ഉണ്ട്. ഇന്നത്തെ സ്വഭാവുൽ ഖൈറിൽ നമ്മളത് പഠിച്ചിരുന്നു. നമുക്ക് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ കാരണവന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ മസ്ഊദ് സഖാഫി ഉസ്താദിൻ്റെ ഹളറത്തിലേക്ക്, അങ്ങനെ തുടങ്ങി നമ്മിൽ നിന്ന് വിട പറഞ്ഞ എല്ലാവരുടെയും ഹളറത്തിലേക്ക് നമുക്കൊരു യാസീൻ ഓതണ്ടേ? മനസ്സറിഞ്ഞുകൊണ്ട് നമുക്കൊരു യാസീൻ ഓതാം. വെള്ളിയാഴ്ച രാവിലെ വല്ലാത്ത മഹത്വമാണ്. വെള്ളിയാഴ്ച രാവിലെ യാസീൻ പാരായണം നമ്മുടെ മുഴുവൻ ദോഷങ്ങളെയും പൊറുപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തിൽ നിന്നില്ലേ? അഹ്മദുല്ലാഹൽ വലി സ്വല്ലാ അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരിൻ മുൻജലിയ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടുള്ള സദസ്സായി ഈ സദസ്സിനെ അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ. അപ്പം നമുക്ക് ഒരു യാസീൻ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്ത് മുതൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞ എല്ലാവരുടെയും വാപ്പാടെയും ഉമ്മാടെയും കുടുംബക്കാരുടെയും സന്താനങ്ങളുടെയും ഇണകളുടെയും ഒക്കെ ഹദ്റത്തിലേക്ക് യാസീൻ ചെന്നെത്തണം. അള്ളാഹു ആ നീയത്തിൽ ഓതാനും അതു നിമിത്തം നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകാനും സഹായിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് യാസീൻ നമുക്കൊന്ന് പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون
وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون
وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم يرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون അൽഹംദുലില്ലാ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പടച്ചവനെ, ഞങ്ങൾ പാരായണം ചെയ്ത സൂറത്ത് യാസീനിൻ്റെ മിഥില സവാബ് കൊണ്ട് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ എല്ലാവരെയും നീ സന്തോഷിപ്പിക്കണേ അല്ലാ. കബറിടം പ്രകാശപൂരിതമാക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം കബറിൽ വിശാലത നൽകണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളെല്ലാം നീ ഹാസുലാക്കണേ അല്ലാ. മഹദിയായ ഫാത്തിമ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത, മുത്തുനബി തങ്ങൾ പകർന്നു കൊടുത്ത എല്ലാ പ്രയാസങ്ങളും നീക്കുന്ന ഇസ്മുൽ അഅ്ലമുള്ള മനോഹരമായ ദിക്ർ ഒരു 11 തവണ എന്നോടൊപ്പം ഒന്ന് ചൊല്ലിക്കേ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. 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 يا حي يا قيوم برحمتك أستغيث. 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 അല്ലാഹുവേ, ഈ ദിക്ർ പഠിപ്പിച്ചത് നിന്റെ ഹബീബാണല്ലോ അല്ലാ. എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാണല്ലോ അല്ലാ. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പ്രധാനപ്പെട്ടൊരു വിഷയം നമ്മളെപ്പോഴും ഉണർത്താറുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് വീട് വെച്ച് കൊടുക്കുന്ന കാര്യമാണ്. പാവപ്പെട്ടവരാണ്, വല്ലാത്ത സമ്പാദ്യമൊന്നും ഇല്ലാത്തവരാണ്. മദ്രസയിൽ നിന്ന് പള്ളിയിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം മാത്രം, വീടെന്ന സ്വപ്നം ഒരുപാട് ആ സ്വപ്നവും കൊണ്ട് നടന്നവരാണ്. അവസാനമാണ് നമ്മുടെ അടുത്തേക്ക് എത്തണത്. അള്ളാഹു എത്തിച്ചു കൊടുത്തതല്ലേ അല്ലേ? ഈ കുടുംബത്തിലേക്ക് അള്ളാഹു എത്തിച്ചതല്ലേ? അതങ്ങനെയല്ലേ റബ്ബിൻ്റെ തർബിയത്ത്? നമ്മൾ സഹായിക്കും, നമ്മളെ കൊണ്ട് സഹായിപ്പിക്കും റബ്ബ് എന്നുള്ളൊരു ബോധ്യം ആ മനുഷ്യന് കൊടുത്തതാരാ? അള്ളാഹു അല്ലേ? നമ്മൾ കൈവിട്ടാൽ പിന്നെ പടച്ചോ നമ്മളോടെ ഉണ്ടാവുമോ? ഇൻഷാ അല്ലാഹ് ഇന്നീ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് മനസ്സിൽ കരുതിക്കൊണ്ട് 1000 രൂപ ഉള്ളവർ 1000, ഇല്ലാത്തവർ 500, 313, 1000 രൂപയെങ്കിലും കഴിയുന്നവരുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ആ ഒരു വീട് വെക്കുന്നതിലേക്ക് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഹദിയ ചെയ്യാമല്ലോ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എത്രയോ പണം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കുന്നുണ്ട് ഇല്ലേ? റമളാൻ കഴിയുമ്പോഴേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണ്ടേ? വേണ്ടേ സഹോദരങ്ങളെ?
അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ. ഇതിലൂടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹ് നീക്കി തരട്ടെ അല്ലേ. നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കാനും നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനും നമ്മളെ അള്ളാഹ് കൈപിടിക്കാനും എല്ലാത്തിനും ഇതാണ് മാർഗം. എല്ലാത്തിനുള്ള മാർഗം ഇത് തന്നെയാണ്, വേറെന്താ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട്? ഇതിനപ്പുറം ഒരു മാർഗം വേറെ ഇല്ലല്ലോ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സ്വതക്കയുടെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതം, നമ്മുടെ മക്കളെ അള്ളാഹു നന്നാക്കട്ടെ. പേടിയാണല്ലോ. ഇപ്പോൾ 2 ദിവസം മുമ്പ് സ്വന്തം ഉമ്മാനെ വെട്ടി, ഉമ്മതേ ഇപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല നിലക്ക് ആകുന്നുണ്ട്. അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അതുപോലെ തന്നെ ആ കുട്ടിയുടെ വാപ്പയെക്കുറിച്ച് ചിന്തിച്ചു നോക്കി. വിദേശ രാജ്യത്ത് എത്രയോ കൊല്ലം കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നൊരു മനുഷ്യൻ, മരണപ്പെട്ട വല്യുമ്മ, അതുപോലെ കുടുംബക്കാർ അല്ലേ, വാപ്പാടെ സഹോദരനും അവരുടെ ഭാര്യയൊക്കെ എത്തോറും വേദന സഹിച്ചിട്ടുണ്ടാവും. ആ ചെറിയ കുട്ടി അല്ലേ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിയുടെയൊക്കെ ഒരവസ്ഥ ആലോചിച്ച് നോക്കിയേ. തൻ്റെ ജ്യേഷ്ഠൻ തന്നെ ഇങ്ങനെ ആ ചുറ്റിയെ കൊണ്ട് അടിക്കാൻ പോകുമ്പോഴുള്ള കുഞ്ഞിൻ്റെ മനോവിഷമം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ അല്ലേ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ മയക്കുമരുന്നിൽ നിന്ന്, ലഹരിയിൽ നിന്ന്. നമ്മൾ എത്ര വിശ്വസിച്ചാലും നമ്മുടെ മക്കൾ എങ്ങനെയാണ് പോകണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹു ബദരീങ്ങളുടെ കാവൽ കൊടുക്കട്ടെ. നമ്മൾ ഇന്ന് ഈ ഹദിയ ചെയ്യുന്നതിൻ്റെ ബർക്കത്തുണ്ട്. ആ ലക്ഷ്യമാകട്ടെ നമ്മുടെ മനസ്സിൽ. പടച്ചോനെ, എൻ്റെ മക്കളെ വഴിതെറ്റിക്കല്ലേ അല്ലാ. ഈ ഹദിയ പാവപ്പെട്ട ഉസ്താദുമാർക്ക് കൊടുക്കുന്നതിൻ്റെ ബർക്കത്തുണ്ട്, അവർക്കൊരു വീടിനായി കൊടുക്കുന്നതിൻ്റെ ബർക്കത്തുണ്ട്. എൻ്റെ മക്കളെ കാക്കണേ അല്ലാ. നമ്മൾ എത്ര 100% വിശ്വസിച്ചാലും പെട്ടുപോകാൻ വലിയ താമസമൊന്നും വേണ്ട. നമ്മൾ അറിയുന്നുണ്ടാകില്ല പലപ്പോഴും അല്ലേ. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 7 തവണ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പാരായണം ചെയ്തല്ലേ. ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖൽബറിഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. അൽഹംദുലില്ലാഹ് സദഖല്ലാഹുൽ അലീം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. മുത്ത് ഹബീബിൻ്റെ മദ്ഹാണ്, സ്വലാത്താണ് വെള്ളിയാഴ്ച രാവിൻ്റെ പ്രത്യേകത, വെള്ളിയാഴ്ച പകലിൻ്റെയും പ്രത്യേകത. ഇൻഷാ അല്ലാഹ് ധാരാളം സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ കഴിയണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സ്വലാത്ത്, മുത്തുനബി തങ്ങളുടെ മദ്ഹ്, മൗലിദ് ഒക്കെ ഒന്ന് തന്നെയാണ്. നമുക്കൊരു മൗലിദ് അല്പം മുത്തുനബിയുടെ മദ്ഹ് കൂടെ ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി മുതൽ അങ്ങോട്ട് എല്ലാ രാത്രിയിലും നിങ്ങൾ ഉണ്ടാകണം കൂടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് റമദാനിലെ ഓരോ രാത്രിയിലും, അതുപോലെ തന്നെ സ്വബാഉൽ ഖൈറും ഉച്ചക്ക് 10 മണിക്ക്, അതുപോലെ 2 മണിക്ക് എല്ലാ ദിവസവും റമദാനിൽ പതിവാക്കേണ്ട ഒരു ദിക്റുണ്ട്. സാമ്പത്തിക ഐശ്വര്യത്തിനും ജീവിതത്തിൽ അഭിവൃദ്ധിക്കൊക്കെ അതൊക്കെ നമുക്ക് ഒരുമിച്ചങ്ങ് റമദാൻ തീരുന്നത് വരെ റസാ വ്ളോഗ്സിൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. നമുക്ക് ഭംഗിയായി ചൊല്ലണം. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. മുത്തുനബി തങ്ങളുടെ മദ്ഹിലേക്ക് നമുക്കൊന്ന് കടക്കാം. Allah Allah Allahu Allah Allah Allahu Allah Allah Allahu alayhi tawakkalu anta tatlu'u baynana في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الله 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 الله
أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الله 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 عليه توكلوا أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الله 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 عليه توكلوا ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي الله 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 عليه توكلوا إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الشفاعة هب لنا في القيامة مشفقا وأهلنا إلا يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പഠിച്ചോനെ നീ കബൂൽ ചെയ്യണേ അല്ലാ. ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്. പലരും ഇങ്ങനെ നമ്മുടെ വാട്സപ്പിലാണെങ്കിൽ ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട്. എല്ലാം നോക്കാൻ നമ്മുടെ അഡ്മിൻസിന് പറ്റണ്ടേ. എത്രയോ ഒരു 750 മെസ്സേജുകൾ ഇന്നെങ്കിൽ ഇന്ന് മാത്രമായിട്ട് പ്രൈവറ്റ് മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും. പക്ഷെ എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഓരോന്ന് ഓപ്പൺ ചെയ്തിട്ട് അവരിങ്ങനെ വിശേഷം അറിയിക്കാറുണ്ട്. അൽഹംദുലില്ലാ. എല്ലാവരും ഓരോരോ ഉത്തരവാദിത്തങ്ങളുള്ളവരല്ലേ. പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് അയക്കുന്നത് ഇപ്പോൾ ദുആ ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു വസിയത്താണല്ലോ. ആ ഒരു ഉദ്ദേശത്തിലാണല്ലോ. അത് അള്ളാഹു കാണുന്നില്ലേ. വിഷമിക്കണ്ട, അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. മക്കൾ നന്നാകണമെന്ന് പറഞ്ഞവർ, മക്കൾ ലഹരിക്കടിമപ്പെട്ടു പോയി സങ്കടം പറഞ്ഞവരുണ്ട്. ആ ലഹരിക്കടിമപ്പെട്ടിട്ട് എൻ്റെ കഴുത്തിന് കയറി എൻ്റെ മകൻ പിടിച്ചു എന്ന് സങ്കടം പറഞ്ഞൊരു ഉമ്മ ഉണ്ട്. അള്ളാഹു മക്കളെയൊക്കെ നന്നാക്കട്ടെ. അതുപോലെ മക്കൾക്ക് വിവാഹപ്രായമായി കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞവർ, മക്കളില്ല എന്ന് പറഞ്ഞവർ, മാരക രോഗത്തിന് ക്യാൻസറിന് അടിമപ്പെട്ടവരാണ് ഭർത്താവ്, പടച്ചോന് ശിഫ കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വീടില്ലാത്ത സങ്കടം പറഞ്ഞവർ, നല്ലൊരു സ്ഥലമുണ്ട്, വീടുണ്ട്, പക്ഷേ കയറി കിടക്കാൻ പറ്റണില്ല ഉസ്താദേ, സമാധാനമില്ല, സ്വസ്ഥതയില്ല, കുടുംബ ജീവിതമാകെ തകർന്നു എന്ന് പറഞ്ഞവർ, അള്ളാഹു എല്ലാവർക്കും സലാമത്ത് കൊടുക്കട്ടെ. ജയിലിലകപ്പെട്ടവർ, അതുപോലെ പാസ്പോർട്ടും വിസയും അതുപോലെ അഖാമയും റെഡിയാകാതെ കാത്തിരിക്കുന്നവർ, ജോലിയില്ലാത്തവർ തുടങ്ങി
ഒരുപാട് സങ്കടങ്ങൾ, കടക്കണിയിൽപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു സലാമത്ത് നൽകുമാറാകട്ടെ. ചെറിയ നിലക്ക് നമുക്കൊന്ന് ദ്വാരക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ കരുണക്കടലായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനേ. നീ ഖായിബാക്കല്ലേ അല്ലാഹ്, നീ തഴയല്ലേ അല്ലാഹ്. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, പുണ്യ ശഅബാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെ നിന്റെ മുന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ അദിക്കാറുകളും സൂറത്തു യാസീനും നിന്റെ ഹബീബിന്റെ മദ്ഹുകളും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. യാ റബ്ബനാ, പ്രിയപ്പെട്ട ഉസ്താദുമാരിലേക്ക് ഹദിയ ചെയ്തവർ, വീട് നിർമ്മിക്കുന്നതിലേക്ക് ഹദിയ ചെയ്തവർ, യാ റബ്ബനാ നീ അവരെ കബൂൽ ചെയ്യണേ അല്ലാ. അവരുടെ പ്രയാസങ്ങളെല്ലാം നീക്കണേ അല്ലാ, സങ്കടങ്ങളെല്ലാം അകറ്റണേ അല്ലാ. പടച്ചവൻ, ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാ. കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ലാ. എത്ര അസുഖബാധിതരാണ്, ശിഫാ നൽകണേ അല്ലാ. ക്യാൻസർ കൊണ്ട്, ട്യൂമർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. മഅദനി ഉസ്താദിന് ശിഫ കൊടുക്കണേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ. ലഹരിക്കടിമകളാക്കല്ലേ അല്ലാ, ഹറാമിന് അടിമകളാക്കല്ലേ അല്ലാ, മാതാപിതാക്കളെ ധിക്കരിക്കുന്നവരാക്കല്ലേ അല്ലാ. പൊന്നുമ്മാടെ കഴുത്തിന് കയറി പിടിക്കുന്ന മക്കളുള്ള കാലമാണ് അല്ലാ. പൊന്നുമക്കളെ നേർവഴിയിലാക്കണേ അല്ലാ. കരുണക്കടലായ തമ്പുരാനെ, അസ്ഹാബുൽ ബദരീങ്ങളുടെ കാവല് ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും പൊന്നുമക്കൾക്കും നൽകണേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, സിഹറുകൾ, കണ്ണേറുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ബാത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ കൽബ് പൊട്ടുകയാണ് റബ്ബേ, സങ്കടങ്ങളേറെയുണ്ട് അല്ലാ. കൈവെടിയല്ലേ ചമ്പുരാനെ, നീ കൈപിടിക്കണേ അല്ലാ, നീ കൈപിടിക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട്, ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ. വിദേശ രാജ്യത്തെ ഇഖാമ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഇല്ലാതെ പ്രയാസപ്പെടുന്നവർ സലാമത്ത് നൽകണേ അല്ലാ. യാ റബ്ബനാ, പാസ്പോർട്ടിന് വിസയ്ക്ക് അപ്ലൈ ചെയ്തവരുണ്ട്, ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, ലൈസൻസിനായി കാത്തിരിക്കുന്നവരുണ്ട്. തടസ്സങ്ങളെല്ലാം നീ നീക്കണേ അല്ലാ. സ്വന്തമായൊരു വീടില്ലാത്തവരുണ്ട്, അവർ നൽകിയ ഹദിയയുടെ ബറക്കത്ത് കൊണ്ട് നീ എത്രയും പെട്ടെന്ന് വീട് നൽകണേ അല്ലാ. നിർമ്മാണത്തിലിരിക്കുന്നത് പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നീ എളുപ്പമാക്കണേ അല്ലാ. ഉറപ്പിച്ചവരുണ്ട്, ഭംഗിയായി വിവാഹം നടത്താൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കൾ പലവിധ പരീക്ഷകൾ എഴുതുകയാണ് അല്ലാ. എല്ലാത്തിലും ഉന്നത വിജയം നീ നൽകണേ തമ്പുരാനെ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണേ അല്ലാ. SSLCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, ഉന്നത വിജയം നൽകണേ അല്ലാ. ഖായിബാക്കല്ലേ അല്ലാ. പടച്ചവനെ, കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഉള്ള വീട്ടിൽ സമാധാനം നൽകണേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ തുടങ്ങി പലരും ഇന്ന് ഖബറിലാണ്. എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം ഖബറിൽ വിശാലത നൽകണേ അല്ലാ. യാ റബ്ബനാ, എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. കഅബാലയം കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. മദീനയിലണയാതെ മരിപ്പിക്കല്ലേ അല്ലാ. നിന്റെ ഹബീബിന്റെ പുഞ്ചിരിക്കുന്ന പൂവദനം കണ്ട് വിട പറയാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോൾ പൊന്നുമ്മക്ക് പോലും ഞങ്ങളെ വേണ്ടാത്ത സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഓടി വരുന്നൊരു നേതാവുണ്ട്. താജ്ദാരേ മദീന
സയ്യിദുൽ അംബിയാ സയ്യിദുൽ അസ്ഫിയാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കൃത്യം 6 മണിക്ക് സ്വഭാവുൽ ഹൈറുണ്ട്. ഒരു ദിവസം മുടങ്ങരുത്. അല്ലാഹു അഹ്ലിൻ്റെ ഖൈറിൻ്റെ അഹ്ലുകാരിൽ നമ്മെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.